ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം സപ്തമസ്കന്ധം തൃതീയോ അധ്യായഃ. ഈ മൂന്നാമത്തെ അധ്യായത്തിൽ ഹിരണ്യകശിപുവിൻ്റെ തപസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നാരദ ഉവാച. ഒന്നാമത്തെ ശ്ലോകം. ഹിരണ്യകശിപുഃ രാജൻ അജേയം അജര അമരം ആത്മാനം അപ്രതിദ്വന്ദ്വം ഏകരാജം വ്യഥിത്സത. ഹേ രാജൻ, യുധിഷ്ഠിര രാജാവേ, ഹിരണ്യകശിപു ആത്മാനം തന്നെ, അജേയം അജയ്യനും, അജര അമരം ജരാമരണങ്ങളില്ലാത്തവനും, അപ്രതിദ്വന്ദ്വം പ്രതിപക്ഷരഹിതൻ തന്നെ എതിർക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ, അങ്ങനെ ഏകരാജം ഏകഛത്രാധിപതിയും ആയി തീരാനായിട്ട് വ്യഥിത്സത അങ്ങനെ ആയി തീരണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അത് വെറുതെ കിട്ടുകയില്ല, ദൃഢമായ തപസ് ചെയ്യണം. രണ്ടാമത്തെ ശ്ലോകം. സഹതേപേ മന്ദരദ്രോണ്യാം തപഃ പരമദാരുണം ഊർധ്വബാഹുഃ നഭോ ദൃഷ്ടിഃ പാദാങ്കുഷ്ഠ ആശ്രിത അവനിഃ. സഹ ആ ഹിരണ്യകശിപു, ഊർധ്വബാഹുഃ കൈകൾ മേലോട്ടുയർത്തിപ്പിടിച്ചും, നഭോ ദൃഷ്ടിഃ ആകാശത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചും, പാദ അങ്കുഷ്ഠ ആശ്രിത അവനി കാലിൻ്റെ പെരുവിരൽ മാത്രം ഭൂമിയിൽ ഊന്നിക്കൊണ്ട്, മന്ദരദ്രോണ്യ മന്ദരഗിരിയുടെ താഴ്വരയിൽ, പരമദാരുണം അതിഘോരമായ തപഃ തേപേ തപസ് ചെയ്തു. അപ്പോൾ ആ നിൽപ്പ് തന്നെ ഘോരമാണ്. കൈകൾ മേലോട്ടുയർത്തിപ്പിടിച്ച് ആകാശത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് കാലിൻ്റെ പെരുവിരൽ മാത്രം ഭൂമിയിൽ ഊന്നിക്കൊണ്ട് ഇങ്ങനെ എത്ര സമയം വെറുതെ നിൽക്കാൻ പറ്റും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രീതിയിൽ നിന്നുകൊണ്ട് ദൃഢമായ തപസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ശ്ലോകം. ജടാ ദീധിതിഭി രേജേ സംവർത്ത അർക്ക ഇവ അംശുഭിഃ തസ്മിൻ തപഃ തപ്യമാനേ ദേവാഹ സ്ഥാനാനി ഭേജിരേ. ഇങ്ങനെ കാലക്രമേണ ജടയൊക്കെ പിടിച്ചു. ആ ജടാ ദീധിതിഭിഃ ജടയിൽ നിന്നുയർന്ന പ്രഭാപ്രസരങ്ങളാൽ, സംവർത്താർക്കഃ കൽപ്പാന്ത സൂര്യന്റെ അംശുഭിഃ കിരണങ്ങൾ ഇവ എന്നതുപോലെ അവനങ്ങനെ രേജേ ജ്വലിച്ചു നിന്നു. ഇങ്ങനെ ഹിരണ്യകശിപു തസ്മിൻ തപഃ തപ്യമാനേ ആ തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന തക്കത്തിൽ സ്വർഗലോകത്ത് നിന്ന് പലയിടത്തായി ഒളിച്ചു താമസിച്ചിരുന്ന ദേവാഹ ദേവന്മാർ, സ്ഥാനാനി ഭേജിരേ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് വന്നു ചേർന്നു. ഇനി സമാധാനമായിട്ടിരിക്കാമല്ലോ എന്നവർ കരുതി. നാലാമത്തെ ശ്ലോകം. തസ്യ മൂർധ്നഃ സമുദ്ഭൂതഃ സധൂമഃ അഗ്നിഃ തപോമയഃ തിര്യക് ഊർധ്വം അധഃ ലോകാൻ അതപത് വിശ്വഗീരിതഃ. തസ്യ അവന്റെ, മൂർധ്നഃ നെറുകയിൽ നിന്ന്, സമുദ്ഭൂതഃ ഉണ്ടായ, തപോമയഃ തപോമയമായ, സധൂമഃ പുകയുള്ള അഗ്നി, വിശ്വഗീരിതഃ എമ്പാടും പരന്ന്, തിര്യക് തലങ്ങും വിലങ്ങും, ഊർധ്വം മുകളിലും, അധഃ താഴെയും ഉള്ള ലോകാൻ ലോകങ്ങളെ, അതപത് എരിയിച്ചു. ആ തപസ് കൂടുതൽ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കെ ആ ഹിരണ്യകശിപുവിന്റെ നിറുകയിൽ നിന്നുണ്ടായ തപോമയമായ പുക, അതിൻ്റെ തീ, അതുകൊണ്ട് ഈ ലോകം മുഴുവൻ ചുട്ട് നീറാൻ തുടങ്ങി. അഞ്ചാമത്തെ ശ്ലോകം. ചുക്ഷുഭുഃ നദി ഉദന്വന്തഃ സദ്വീപ അദ്രിഃ ചചാലഭൂഃ നിപേതുഃ സഗ്രഹാഃ താരാഃ ജജ്വലുഃ ച ദിശഃ ദശ. നദി ഉദന്വന്തഃ നദികളും കടലുകളും ചുക്ഷുഭുഃ ക്ഷോഭിച്ചു.
സ്വദ്വീപ അദ്രിഹി, ദ്വീപുകളോടും മലകളോടും കൂടിയ ഭൂമി ചചാല, ഭൂമി കുലുക്കം വന്നെന്നതുപോലെ ചലിക്കാൻ തുടങ്ങി. സഗ്രഹാഹ, ഗ്രഹങ്ങളോടുകൂടിയ താരാഹ, നക്ഷത്രങ്ങൾ നിപേതുഹു, അടർന്നു വീണു. ദശദിശഃ ച ജജ്വലുഹു, 10 ദിക്കുകളും ജ്വലിച്ചു. സ്വർഗത്തിൽ സമാധാനമായിട്ടിരിക്കാം എന്ന് കരുതിയ ദേവന്മാർക്ക് രക്ഷയില്ലാതെയായി. 6-7 ശ്ലോകങ്ങളിൽ പറയുന്നു. തേന തപ്താഹ ദിവം ത്യക്വാ ബ്രഹ്മലോകം യയുഹു സുരാഹ ധാത്രേ വിജ്ഞാപയാമാസുഹു ദേവദേവ ജഗത്പതേ. 7-ാമത്തെ ശ്ലോകം. ദൈത്യേന്ദ്ര തപസാ തപ്താ ദിവി സ്ഥാതും ന ശക്നുമഃ തസ്യ ച ഉപശമം ഭൂമൻ വിധേഹി യതി മന്യസേ ലോകാന യാവത് നക്ഷ്യന്തി ബലിഹാരാഹ തവ അഭിഭൂഹു. ഇങ്ങനെ തേന തപ്താഹ, ആ ഹിരണ്യകശിപുവിന്റെ ശരീരത്തിൽ നിന്ന് വന്ന തീയിനാൽ ചുട്ടെരിഞ്ഞ സുരാഹ, ദേവകൾ ദിവം തെക്വ, നിവൃത്തിയില്ലാതെ സ്വർഗത്തെ ഉപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന ലോകമായ ബ്രഹ്മലോകം യയുഹു, സത്യലോകത്തിലേക്ക് പോയി. അവിടെ ധാത്രേ, ബ്രഹ്മാവിനായിക്കൊണ്ട്, അതായത് ബ്രഹ്മാവിനോട് ഇപ്രകാരം വിജ്ഞാപയാമാസുഹു, സങ്കടമുണർത്തിച്ചു. ഹേ ദേവദേവാ ജഗത്പതേ, ദൈത്യേന്ദ്ര തപസ, അസുരാധിപതിയായ ഹിരണ്യകശിപുവിന്റെ തപസ്സിനാൽ ദിവി, സ്വർഗത്തിൽ സ്ഥാതും നിൽക്കുവാൻ ഞങ്ങൾക്ക് ന ശക്നുമഃ, ആകുന്നില്ല. ഹേ ഭൂമൻ അഭിഭൂഹു, സർവാധിപതേ, തവ ബലിഹാരാഹ, അവിടുത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നിർവഹിക്കുന്ന ആ തപസ്സിനാൽ ലോകാഹ, ജനങ്ങൾ യാവത് ന നക്ഷ്യന്തി, നശിച്ചു പോകുന്നതിന് മുൻപായി അവരെ രക്ഷിക്കാൻ യതി മന്യസേ, എന്ത് ചെയ്താലാണോ അത് ശരി എന്ന് തോന്നുന്നത്, തസ്യച ഉപശമം, അതിനുള്ള ഉപശാന്തിയെ വിധേഹി, ചെയ്തു തന്നാലും. ഹിരണ്യകശിപുവിന്റെ ഈ തപസ് ഇല്ലാതാക്കാൻ എന്ത് ചെയ്താലാണോ സാധിക്കുക അത് അങ്ങ് ചെയ്താലും. ഇനി അവനിൽ പ്രസാദിച്ച് വരം കൊടുത്തു പോകരുത് എന്ന ഉദ്ദേശത്തോടുകൂടി അവന്റെ ദുഷ്ട ഉദ്ദേശത്തെ ഈ ദേവന്മാർ ഓർമ്മിപ്പിക്കുകയാണ്. 8-ാമത്തെ ശ്ലോകം. തസ്യായം കില സങ്കൽപഃ ചരതോ ദുശ്ചരം തപഃ ശ്രൂയതാം കിം ന വിദിതഃ തവ അഥാപി നിവേദിതഃ. ദുശ്ചരം തപഃ, ദുഷ്കരമായുള്ള ഈ തപസ്സിനെ ചരതഃ, അനുഷ്ഠിച്ചു വരുന്ന തസ്യ സങ്കൽപഃ, അവന്റെ മനോവിചാരം അയം കില, ഇതാണ്. എന്താണെന്ന് തവ വിദിതഃ കിംന, അവിടത്തേക്ക് അറിയാമല്ലോ. അഥാപി, എങ്കിലും, അഥവാ അങ്ങ് അത് മറന്നുപോയോ എങ്കിൽ നിവേദിതഃ ശ്രൂയത, ഞങ്ങൾ ഇതാ അങ്ങയെ അറിയിക്കുന്നു, അത് കേട്ടുകൊള്ളുക. 9-10 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു. സൃഷ്ട്വാ ചരാചരമിദം തപോ യോഗ സമാധിന അധ്യാസ്തേ സർവധിഷ്ണേഭ്യഃ പരമേഷ്ഠി നിജാസനം. 10-ാമത്തെ ശ്ലോകം. തദഹം വർദ്ധമാനേന തപോ യോഗ സമാധിന കാലാത്മനോശ്ച നിത്യത്വാത് സാധയിഷ്യേ തഥാ ആത്മനഃ. അങ്ങ് ഓർമ്മിച്ചുകൊള്ളുക, അങ്ങയുടെ സ്ഥാനം നേടിയെടുക്കാനാണ് ഹിരണ്യകശിപു ഈ തപസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്ര കഠിനമായ തപസ് ചെയ്യുന്നത്? കാരണം അങ്ങ് പരമേഷ്ഠി, ബ്രഹ്മാവ്, തപോയോഗ സമാധിന, ഇത് ഹിരണ്യകശിപുവിന്റെ വിചാരമായിട്ട് അവതരിപ്പിക്കുകയാണ്. ആ ബ്രഹ്മാവ് തപോനിഷ്ഠ കൊണ്ടും യോഗനിഷ്ഠ കൊണ്ടും ചരാചരം, സ്ഥാവര ജംഗമാത്മകമായ ഇതം, ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട് സർവധിഷ്ണേഭ്യ, എല്ലാ ലോകങ്ങൾക്കും വെച്ച് മേലെയായിട്ടുള്ള നിജാസനം, തൻ്റെ ആ സത്യലോകത്തിൽ അങ്ങനെ അധ്യാസ്തെ, അധിവസിക്കുന്നുണ്ടല്ലോ. ഇതിനെ തത് അഹം, ഈ ഞാനും, അതായത് ഹിരണ്യകശിപു സ്വയം ഇങ്ങനെ ആയിരിക്കാം ചിന്തിക്കുന്നത്, ഈ ഞാനും എന്റെ വർദ്ധമാനേന, വളർന്നു വരുന്ന തപോയോഗ സമാധിന, തപോനിഷ്ഠ കൊണ്ടും യോഗനിഷ്ഠ കൊണ്ടും കാലാത്മനോഹോച്ച, കാലത്തിനും ആത്മാവിനും നിത്യത്വാത്, ശാശ്വത തത്വമുള്ളതിനാൽ. കാരണം ഈ ശരീരത്തിനൊരു പരിധിയുണ്ട് ഈ ഭൂമിയിൽ ഇരിക്കാൻ, അത് കഴിഞ്ഞാലും എൻ്റെ ഈ തപസ്സിന്റെ മഹിമ കൊണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ഈ തപസ് തുടർന്നിട്ട് എപ്പോഴെങ്കിലും ഒരു ജന്മത്തിൽ ബ്രഹ്മാവിന്റെ സ്ഥാനം കിട്ടുമല്ലോ. തഥാ, അതേ വിധം
ആത്മനഃ സാധയിഷ്യേ, എനിക്കും സാധിക്കുമാറാകും എന്ന് വിശ്വസിച്ചാണ് ആ ഹിരണ്യകശിപു തപസ് ചെയ്യുന്നത്. ഇനി ബ്രഹ്മപദത്തിൽ എത്തിയാൽ അവൻ എന്തായിരിക്കാം ചെയ്യാൻ പോകുന്നത്? ഇതും അവന്റെ മനസ്സിലിരിപ്പ് പോലെ പറയുകയാണ്. 11-ാമത്തെ ശ്ലോകം. അന്യഥാ ഇദം വിധാസ്യേ അഹം അയഥാ പൂർവം ഓജസ കിം അന്യൈഹി കാലനിർധൂതൈഹി കൽപ്പാന്തേ വൈഷ്ണവാദിഭിഹി. ഓജസ, വർദ്ധിതമായ തപോബലത്താൽ, അഹം, ഞാൻ, ഇതം, ഈ വിശ്വത്തെ, അന്യഥ, മറ്റൊരു വിധത്തിൽ, അയഥാപൂർവം, മുൻപ് ഇല്ലാത്ത വിധത്തിൽ, വിധാസ്യേ, ആക്കി തീർക്കും. അതായത് നിലവിലുള്ള വ്യവസ്ഥകളൊക്കെ മാറ്റും. ഇപ്പോൾ ദേവന്മാരായിരിക്കുന്നവരെ മുഴുവൻ അസുരന്മാരാക്കും, അസുരന്മാരെ മുഴുവൻ ദേവന്മാരാക്കും. എന്നിട്ട് അവരെ സ്വർഗത്തിൽ നിയമിക്കും. പുണ്യമായിട്ട് കരുതുന്നതിനെയൊക്കെ പാപമാക്കും, പാപമായതിനെ പുണ്യമാക്കും. ഇങ്ങനെയുള്ള പരിവർത്തനങ്ങളൊക്കെ സൃഷ്ടിക്കുകയാണ് അവന്റെ ലക്ഷ്യം. ഓർത്തുകൊള്ളുക. കൽപ്പാന്തേ, പ്രളയകാലത്തിൽ, കാലനിർധൂതൈഹി, കാലശക്തിയാൽ തല്ലിത്തകർക്കപ്പെടുന്ന, അന്യൈഹി, മറ്റുള്ള, വൈഷ്ണവാദിഭിഹി, വിഷ്ണു സംബന്ധമായ ധ്രുവാദി ലോകങ്ങളാൽ, കിം, എന്ത് കാര്യം. അപ്പോൾ അവൻ ഈ ബ്രഹ്മലോകത്തെയാണ് ശാശ്വതമായിട്ട്, ഉള്ളതിൽ ശാശ്വതമായിട്ട് കാണുന്നത്. അതേസമയം ധ്രുവലോകം പോലും കാലശക്തിയാൽ തല്ലിത്തകർക്കപ്പെടും എന്നാണ് അവൻ കണ്ടെത്തിയിരിക്കുന്നത്. 12-ാമത്തെ ശ്ലോകം. ഇതി ശുശ്രുമ നിർബന്ധം തപഃ പരമം ആശ്രിതഃ വിധത്സ്വ അനന്തരം യുക്തം സ്വയം ത്രിഭുവനേശ്വര. ഇതി നിർബന്ധം, ഇങ്ങനെയുള്ള അവന്റെ പിടിവാശിയെ കുറിച്ച് ഞങ്ങൾ ശുശ്രുമ, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ പരമം തപഃ, അതിമഹത്തായ തപസ്സിനെ ആസ്ഥിതഃ, അനുഷ്ഠിച്ചു വരുന്നു. ഹേ ത്രിഭുവനേശ്വര, അനന്തരം യുക്തം, ഇനി യുക്തമായത് എന്താണോ അത് സ്വയം വിധസ്വ, ആലോചിച്ച് തന്നെത്താൻ ചെയ്തു കൊള്ളുക. ഇനി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, അങ്ങ് ഈ സ്ഥാനത്തിരുന്നാൽ മാത്രമേ ഈ ലോകത്തിൽ ധർമ്മം നിലനിൽക്കുകയുള്ളൂ. 13-ാമത്തെ ശ്ലോകം. തവാസനം ദ്വിജഗവാം പാരമേഷ്ഠ്യം ജഗത്പതേ ഭവായ ശ്രേയസേ ഭൂത്യൈ ക്ഷേമായ വിജയായ ച. ഹേ ജഗത്പതേ, തവ പാരമേഷ്ഠ്യം, അങ്ങയുടെ പരമോന്നതമായ ഈ ആസനം, സ്ഥാനം, ദ്വിജഗവാം, ബ്രാഹ്മണരുടെയും പശുക്കളുടെയും, ഭവായ, ഉദ്ഭവത്തിനും, ശ്രേയസേ, സൗഖ്യത്തിനും, ഭൂത്യൈ, ഐശ്വര്യത്തിനും, വിജയായ ച, വിജയത്തിനും ഉതകുന്നതാണ്. അങ്ങ് ഈ സ്ഥാനത്തിരുന്നാൽ മാത്രമേ ഈ കൂട്ടർക്കൊക്കെ രക്ഷയുള്ളൂ. അതിനാൽ ഈ സ്ഥാനം സുരക്ഷിതമാക്കി വെക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 14-ാമത്തെ ശ്ലോകം. ഇതി വിജ്ഞാപിതോ ദേവൈഹി ഭഗവാൻ ആത്മഭൂഹു നൃപ പരീതഃ ഭൃഗുദക്ഷാദ്യൈഹി യയൗ ദൈത്യേശ്വരാശ്രമം. ഹേ നൃപ, അല്ലയോ യുധിഷ്ഠിര, ഇതി, ഇപ്രകാരം, ദേവൈഹി വിജ്ഞാപിതഃ, ദേവന്മാരാൽ അറിയിക്കപ്പെട്ട, ഭഗവാൻ, ഭഗവാനായിട്ടുള്ള ആത്മഭൂ, ബ്രഹ്മദേവൻ, ഭൃഗു ദക്ഷാദേഹി, ഭൃഗു, ദക്ഷൻ മുതലായ പ്രജാപതിമാരാൽ, പരീതഃ, പരിവൃതനായിട്ട്, ദൈത്യേശ്വര ആശ്രമം, ആ അസുരാധിപതിയുടെ ആശ്രമത്തിലേക്ക്, യയൗ, പോയി. എന്നാൽ ആശ്രമത്തിൽ എത്തിയപ്പോൾ അവനെ കാണാനുള്ള ആ പരുവത്തിലല്ലായിരുന്നു. കാരണം 15-16 ശ്ലോകങ്ങളിൽ പറയുന്നു, ന ദദർശ പ്രതിച്ഛന്നം വൽമീക തൃണകീചകൈഹി പിപീലികാഭിഹി ആചീർണമേധഃ ത്വങ് മാംസ ശോണിതം. 16 തപന്തം തപസാ ലോകാൻ യഥാ അഭ്ര അപിഹിതം രവിം വിലക്ഷ്യ വിസ്മിതഃ പ്രാഹ പ്രഹസൻ ഹംസവാഹനഃ. വൽമീകം, പുറ്റ്, തൃണം, പുല്ല്, കീചകൈഹി, പരുവ എന്നിവകളാൽ പ്രതിച്ഛന്നം, മൂടിമറയ്ക്കപ്പെട്ടവനും, പിപീലികാഭിഹി, ഉറുമ്പുകളാൽ, ആചീർണമേധഃ, തിന്നു തീർക്കപ്പെട്ട മേധസ്, മാംസശോണിതം, തൊലി, മാംസം, രക്തം എന്നിവയോടു കൂടിയവൻ. എന്ന് വെച്ചാൽ ശരീരത്തിൽ ഒന്നുമില്ല, എല്ലും തോലുമായിട്ടിരിക്കുന്നു.
അതിൻ്റെ കൂടെയാണ് ഈ വൽമീകം ആകെ പുറ്റാകെ മൂടിയിരിക്കുന്നു. അഭ്രാഭിഹിതം എങ്കിലും കരിങ്കാറിനാൽ മൂടപ്പെട്ട രവിം യഥാ സൂര്യനെപ്പോലെ തപസ്സ ആ തപസ്സുകൊണ്ട് ലോകാൻ തപന്തം ലോകങ്ങളെ തപിപ്പിക്കുന്നവനായ അവനെ ഹംസവാഹനഹ നദദർശ ബ്രഹ്മാവ് ആദ്യം കണ്ടില്ല, പക്ഷെ പിന്നീട് വിലക്ഷ്യ സൂക്ഷിച്ചു നോക്കിയറിഞ്ഞ് വിസ്മിതഹ അദ്ഭുതത്തോടുകൂടി പ്രഹസൻ പ്രാഹ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ബ്രഹ്മ ഉവാച 17ാമത്തെ ശ്ലോകം. ഉത്തിഷ്ഠ ഉത്തിഷ്ഠ ഭദ്രം തേ തപഃ സിദ്ധഹാസി കാശ്യപ വരദഃ അഹം അനുപ്രാപ്തോ വ്രിയതാം ഈപ്സിതോ വരഃ. ഹേ കാശ്യപ, കശ്യപപുത്ര ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ. തേ ഭദ്രം നിനക്ക് മംഗളം ഭവിക്കട്ടെ. നീ തപസ്സിദ്ധ തപസ്സിനാൽ സിദ്ധിയാർജിച്ചവനായി അസി അങ്ങനെ ഭവിച്ചിരിക്കുന്നു. അഹം ഞാൻ വരദഃ വരദാതാവായിട്ട് അനുപ്രാപ്ത വന്നിരിക്കുന്നു. ഈപ്സിതഃ ഇച്ഛിക്കപ്പെട്ട വരഹ വരം വ്രിയതാം വരിക്കപ്പെട്ടുകൊള്ളുക. 18ാമത്തെ ശ്ലോകം. അദ്രാക്ഷം അഹം ഏതത് തേ ഹൃത്സാരം മഹദദ്ഭുതം ദംശഭക്ഷിതദേഹസ്യ പ്രാണാഹി അസ്ഥിഷു ശേരത്തെ. മഹദദ്ഭുതം വളരെ ആശ്ചര്യജനകമായ തേ നിന്റെ ഏതത് ഈ ഹൃത്സാരം മനക്കരുത്ത് അഹം അദ്രാക്ഷം ഞാൻ കണ്ടിരിക്കുന്നു. ഇപ്പോൾ നിന്റെ ശരീരം ദംശഭക്ഷിതം കാട്ടീച്ചകളാൽ തിന്നു തീർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ദേഹസ്യ ഉടലോടുകൂടിയ നിന്റെ പ്രാണാഹ ജീവൻ അസ്ഥിഷൂഹി അസ്ഥികളിൽ മാത്രമായി ശേരതെ തങ്ങിക്കിടക്കുന്നു. നിന്റെ ഈ മനക്കരുത്തിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇങ്ങനെയൊരു തപസ് ഋഷിമാർ പോലും ചെയ്തിട്ടില്ല എന്ന് അഭിനന്ദിക്കുകയാണ്. 19ാമത്തെ ശ്ലോകം. നയേതത് പൂർവ ഋഷയഃ ചക്രുഹു ന കരിഷ്യന്തി ച അപരേ നിരംബുഹു ധാരയേത് പ്രാണാൻ കോ വൈ ദിവ്യസമാഹ ശതം. ഏതത് ഇപ്പോൾ നീ ചെയ്തതുപോലെയുള്ള തപസ് പൂർവർഷയഃ ഇതിനു മുമ്പുള്ള ഋഷിമാർ ന ചക്രുഹു ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഇനി ആരെങ്കിലും ഇത് ചെയ്യുമെന്ന്. അപരേ നച കരിഷ്യന്തി ഇനി ആരും ഇത് ചെയ്യാൻ മുതിരുകയും ഇല്ല. കാരണം കഹവൈ ആർക്കാണ് ഇങ്ങനെ ജലപാനം ചെയ്യാതെ നിരംബുഹു ശതം 100 ദിവ്യസമാഹ വർഷം മുഴുവൻ പ്രാണാൻ ധാരയേത് ജീവനെ നിലനിർത്താൻ ആർക്ക് സാധിക്കും? എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊരു കഠിനമായ തപസ്സിന് ഇനി ആരും മുതിരുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. 20ാമത്തെ ശ്ലോകം. വ്യവസായേന തേ അനേന ദുഷ്കരേണ മനസ്വിനാം തപോനിഷ്ഠേന ഭവതാ ജിതഃ അഹം ദിതിനന്ദന. ഹേ ദിതിനന്ദന, മനസ്വിനാം ധീരചിത്തന്മാർക്ക് പോലും ദുഷ്കരേണ ചെയ്യാൻ സാധിക്കാത്ത തേ നിന്റെ ഈ അനേന ഈ ഒരു വ്യവസായേന നിശ്ചയദാർഢ്യത്താൽ ജിതഃ ജയിക്കപ്പെട്ടിരുന്ന അഹം ഞാൻ തപോനിഷ്ഠേന തപസ്സിൽ പതറാതെ ഉറച്ചു നിന്ന ഭവത അങ്ങയാൽ കൂടുതൽ ജയിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു തപസ്സിനായിട്ട് നിശ്ചയിച്ച ആ മനസ്സിനാൽ തന്നെ ഞാൻ സംപ്രീതനാണ്. അത് കൃത്യമായി 100 വർഷം പൂർത്തിയാക്കി എന്നതിൽ കൂടുതൽ തൃപ്തനാണ്. ദേവന്മാർ കൊടുത്ത മുന്നറിയിപ്പൊക്കെ ബ്രഹ്മാവ് മറന്നുപോയി എന്ന് തോന്നുന്നു. 21ാമത്തെ ശ്ലോകം. തതഃ തേ ആശിഷ സർവാഹ ദദാമി അസുരപുംഗവ മർത്യസ്യ തേ അമർത്യസ്യ ദർശനം ന അഫലം മമ. ഹേ അസുരപുംഗവ, അസുരശ്രേഷ്ഠ, തതഃ അതുകൊണ്ട് ഞാൻ സംപ്രീതനായി എന്നതിനാൽ തേ സർവാഹ ആശിഷഃ നിന്റെ എല്ലാ ആഗ്രഹത്തെയും ദദാമി നിറവേറ്റിത്തരുന്നതാണ്. മർത്യസ്യതേ മരണമുള്ള നിനക്ക് അമർത്യസ്യമേ ദർശനം മരണമില്ലാത്ത എൻ്റെ ദർശനം അഫലം ന വിഫലമാവുകയില്ല. നിന്റെ എല്ലാ ആഗ്രഹവും ഞാൻ സാധിച്ചു തരുന്നതാണ്. അങ്ങനെ നാരദ ഉവാച 22ാമത്തെ ശ്ലോകം.
ആദ്യം തന്നെ ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിലെ ജലമെടുത്ത് ആ ഹിരണ്യകശിപുവിന്റെ ശരീരത്തിൽ തളിച്ചതിനാൽ ഈ ഉറുമ്പുകളൊക്കെ തിന്ന ആ ദേഹം അത് വീണ്ടും അതിന്റെ ശരീരപുഷ്ടി തിരിച്ചു വന്നു എന്ന് പറയുന്നു. 22-ാമത്തെ ശ്ലോകം. ഇത്യുക്ത്വാ ആദിഭവഃ ദേവഃ ഭക്ഷിതാംഗം പിപീലികൈഃ കമണ്ഡലുജലേന ഔക്ഷധ ദിവ്യേന അമോഘരാധസ. ഇതി ഉക്ത്വാ, ഇപ്രകാരം പറഞ്ഞ്, ആദിഭവഃ ദേവഃ, ആദിയിൽ ജാതനായ ബ്രഹ്മദേവൻ, പിപീലികൈഃ ഭക്ഷിത അംഗം, ഉറുമ്പുകളാൽ ഭക്ഷിക്കപ്പെട്ട ദേഹാവയവങ്ങളോടുകൂടിയ അവനെ തൻ്റെ ദിവ്യേന, ദിവ്യവും അമോഘരാധസ, വിഫലമാകാത്ത വൈഭവത്തോടു കൂടിയതുമായ കമണ്ഡലുജലേന, കമണ്ഡലുവിലെ തീർത്ഥജലത്താൽ ഔക്ഷത്, അവനെ പ്രോക്ഷണം ചെയ്തു, അവനെ അനുഗ്രഹിച്ച് അവന്റെ ശരീരത്തിലെ ആ പഴയ ഓജസ് തിരിച്ചു വരാനായിട്ട് അനുഗ്രഹിച്ചു. അങ്ങനെ ആ വൽമീകത്തിൽ നിന്ന് ഉയർന്നു വന്ന, പുറത്തേക്ക് വന്ന ഹിരണ്യകശിപുവിനെ കുറിച്ച് പറയുന്നു. 23-ാമത്തെ ശ്ലോകം. സഹ തത്കീചക വൽമീകാത് സഹ ഓജോബലാന്വിതഃ സർവ അവയവ സമ്പന്നോ വജ്രസംഹനനോ യുവ ഉത്ഥിതഃ തപ്തഹേമാഭോ വിഭാവസുഹു ഇവ ഏധസഃ. സഹ, ആ ഹിരണ്യകശിപു, തത്കീചക വൽമീകാത്, ആ മുളക്കൂട്ടത്തിന്റെ അടിയിലുള്ള പുറ്റുമണ്ണിൽ നിന്ന്, സഹ ഓജോബലാന്വിതഃ, മനഃശക്തിയോടും ഇന്ദ്രിയശക്തിയോടും ദേഹശക്തിയോടും കൂടി, സർവ അവയവ സമ്പന്നഃ, സകല ശരീരാവയവങ്ങളാലും സമ്പൂർണനായി. കാരണം ഈ കമണ്ഡലു ജലം ശരീരത്തിൽ വീണതോടെ ശരീരം പഴയതുപോലെ തന്നെ പുഷ്ടിയെ പ്രാപിച്ചു. മാത്രമല്ല വജ്രസംഹനനഃ, അതോടുകൂടി വജ്രത്തിനൊത്ത ദേഹദാർഢ്യത്തോടു കൂടിയവനായി, യുവാ, യൗവനയുക്തനായി. 100 വർഷം കഴിഞ്ഞു, പക്ഷെ വീണ്ടും ആ യൗവനം തിരിച്ചു വന്നു. തപ്തഹേമാഭഃ, ഈ തപസ്സുകൊണ്ട് ഉരുക്കിയ സ്വർണത്തിനൊത്ത വർണ്ണത്തോടു കൂടിയവനായി ഭവിച്ച്, ഏതുപോലെയാണ് പുറത്തേക്ക് വന്നത്? എങ്ങനെയാണോ അരണി കടയുമ്പോൾ ആ അരണിയിൽ നിന്ന് ഏധസഹ വിഭാവസു, അഗ്നി പുറത്തേക്ക് വരുന്നത്, ഇവ ഉത്ഥിതഃ, ആ വൽമീക പുറ്റിൽ നിന്ന് ഒരു അഗ്നി പോലെ ജ്വലിച്ച് അവൻ പുറത്തേക്ക് വന്നു. 24-ാമത്തെ ശ്ലോകം. സഹ നിരീക്ഷ്യ അംബരേ ദേവം ഹംസവാഹം അവസ്ഥിതം നനാമ ശിരസാ ഭൂമൗ തദ്ദർശന മഹോത്സവഃ. അങ്ങനെ സഹ, അവൻ, അംബരെ, ആകാശത്തിൽ, ഹംസവാഹം, അരയന്നത്തെ വാഹനമാക്കി അവസ്ഥിതം, ഇരുന്നരുളുന്ന, ദേവം നിരീക്ഷ്യ, ബ്രഹ്മദേവനെ കണ്ടിട്ട്, ബ്രഹ്മദേവനെ കണ്ടതിലുള്ള സന്തോഷം, അതാണ് തദ്ദർശന മഹോത്സവഃ. ശിരസാലെ ഭൂമൗ നനാമ, നിലത്ത് വീണ് ആ ബ്രഹ്മാവിനെ നമസ്കരിക്കുകയാണ്. 25-ാമത്തെ ശ്ലോകം. ഉത്ഥായ പ്രാഞ്ചലിഃ പ്രഹ്വ ഈക്ഷമാണോ ദൃശാ വിഭും ഹർഷാശ്രുപുളകോദ്ഭേദോ ഗിരാ ഗദ്ഗദയാ അഗൃണാത്. ഉത്ഥായ, എഴുന്നേറ്റ്, പ്രാഞ്ചലിഃ, കൈകൂപ്പി നിന്നുകൊണ്ട്, പ്രഹ്വഹ, വിനയാന്വിതനായി, ദൃശ, തുറന്ന കണ്ണുകളാൽ, വിഭും ഈക്ഷമാണഃ, ഭഗവാൻ ബ്രഹ്മാവിനെ, ഇവിടെ വിഭു എന്നതുകൊണ്ട് ഭഗവാൻ, എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞ ബ്രഹ്മാവിനെ ദർശിച്ചുകൊണ്ട്, ഹർഷാശ്രുപുളക ഉദ്ഭേദ, ആനന്ദത്താൽ ഉളവായ കണ്ണീരും രോമാഞ്ചവും അണിഞ്ഞ്, ഗദ്ഗദയാ ഗിര, ഇടറുന്ന വാക്കിനാൽ, അഗൃണാത്, ബ്രഹ്മാവിനെ സ്തുതിച്ചു. ഇവിടെ ബ്രഹ്മാവിനെ ആ പരമാത്മ സ്വരൂപം തന്നെയായി കണ്ടാണ് നമസ്കരിച്ച് സ്തുതിക്കുന്നത്. ഹിരണ്യകശിപു ഉവാച. 26-27 ശ്ലോകങ്ങൾ. കൽപ്പാന്തേ കാലസൃഷ്ടേന യോ അന്ധേന തമസാവൃതം അഭിവ്യന ജഗദിദം സ്വയം ജ്യോതിഃ സ്വരോചിഷ. 27. ആത്മനാ ത്രിവൃതാച്ച ഇദം സൃജതി അവതി ലുംബതി രജഃ സത്വതമോധാംനേ പരായ മഹതേ നമഃ. കൽപ്പാന്തേ, പ്രളയകാലത്തിൽ, കാലസൃഷ്ടേന, കാലപ്രേരണയാൽ വളർന്നുണ്ടായ, അന്ധേന, നിബിഡമായ തമസ, തമോ ഗുണാത്മകമായ അന്ധകാരത്താൽ ആവൃതം,
വ്യാപ്തമായിരുന്ന പ്രപഞ്ചത്തിന്റെ ആദിയിൽ ഇവിടെ എല്ലായിടത്തും ഇരുട്ടാണ്. അങ്ങനെ ഇരുട്ടായിരുന്ന ഇതം ജഗത്, ഈ പ്രപഞ്ചത്തെ സ്വയം ജ്യോതിഹി, സ്വയം ജ്യോതിർമയനായ യഹ, യാതൊരു ഭഗവാനാണോ സ്വരോചിഷ, സ്വതേജസ്സിനാൽ അഭിവ്യന വ്യക്തീഭവിപ്പിക്കുകയും ഇതം ച, ഇതിനെ തന്നെയാണ് പിന്നീട് ത്രിവൃത, ത്രിഗുണാന്യുതമായ ആത്മന, തന്റെ ആത്മശക്തിയാൽ സൃജതി അവതി ലുംപതി, സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സത്വതമോധാംനെ, രാജസ സാത്വിക താമസ ഗുണങ്ങൾക്കാശ്രയഭൂതനും മഹതേ പരായ തുഭ്യം നമഃ, നിത്യപരിപൂർണനും പരമേശ്വരനുമായ നിന്തിരുവടിക്കായിട്ട് നമസ്കാരം. 34-ാമത്തെ ശ്ലോകം വരെ ഹിരണ്യകശിപുവിന്റെ സ്തുതിയാണ്. ഇതിൽ പുതിയതായിട്ടൊന്നും പറയാനില്ല. ഒരുപാട് തവണ വർണ്ണിച്ച ഭഗവാന്റെ മഹിമാതിരേകത്തെ തന്നെയാണ് ഹിരണ്യകശിപു ഒന്നുകൂടെ പറയുന്നത്. ഇനി 35-ാമത്തെ ശ്ലോകത്തിലാണ് അവരം ചോദിക്കുന്നത്. യദി ദാസ്യസി അഭിമതാൻ വരാൻ മേ വരദോത്തമ, ഭൂതേഭ്യഃ തദ് വിസൃഷ്ടേഭ്യഃ മൃത്യുഃ മാ ഭൂത് മമ പ്രഭോ. വരദോത്തമ, വരം കൊടുക്കുന്നവരിൽ പ്രമുഖനായിട്ടുള്ള അല്ലയോ പ്രഭോ, മേ എനിക്ക് അഭിമതാൻ ഇഷ്ടമുള്ള വരാൻ വരങ്ങളെ, യദി ദാസ്യസി അങ്ങ് തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ ആദ്യമേ ചോദിക്കുന്നു, ത്വദ് വിസൃഷ്ടേഭ്യഃ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട, ഭൂതേഭ്യഃ പ്രാണികളിൽ നിന്ന്, മമ മൃത്യുഃ മാ ഭൂത് എനിക്ക് മരണം സംഭവിക്കരുത്. 36-ാമത്തെ ശ്ലോകം. ന അന്തഃ ബഹിഃ ദിവ നക്തം അന്യസ്മാത് അപി ച ആയുധൈഃ, ന ഭൂമൗ ന അംബരേ മൃത്യുഃ ന നരൈഃ ന മൃഗൈഃ അപി. അന്തഃ ബഹിഃ അകത്തുവെച്ചോ പുറത്തുവെച്ചോ, ദിവ നക്തം പകലോ രാത്രിയിലോ, അന്യസ്മാത് അപി ഇപ്പോൾ ബ്രഹ്മസൃഷ്ടിയിൽ നിന്ന് പറഞ്ഞു. ഇനി അല്ലാതെ വേറൊരു സൃഷ്ടി ഉണ്ടെങ്കിൽ ആ സൃഷ്ടിയിൽ നിന്നും, ആയുധൈഹി ഒരായുധങ്ങളാലും, മൃത്യുഹു ന മരണമുണ്ടാവരുത്, ഭൂമൗ ന ഭൂമിയിൽ വെച്ച് മരണമുണ്ടാകരുത്, അംബരേ ന ആകാശത്ത് വെച്ചും അരുത്, നരൈഹി ന മനുഷ്യരാൽ അരുത്, മൃഗൈഹി അപിന മൃഗങ്ങളെ കൊണ്ടും ആവരുത്. 37-38 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു. വ്യസുഭിഹി വാ അസുമദ്ഭിഹി വാ സുര അസുര മഹാഉരഗൈഹി അപ്രതിദ്വന്ദ്വതാം യുദ്ധേ ഐകപത്യം ച ദേഹിനാം. 38 സർവേഷാം ലോകപാലാനാം മഹിമാനം യഥാത്മനഃ തപോയോഗ പ്രഭാവാണാം യത് ന രിഷ്യത്തെ കർഹിചിത്. വ്യസുഭിഹി വ അചേതനങ്ങളായ വസ്തുക്കളാലോ, അസുമദ്ഭിഹി വ സചേതനങ്ങളായ വസ്തുക്കളാലോ, സുര അസുര മഹാ ഉരഗൈഹി ദേവന്മാരാലോ അസുരന്മാരാലോ മഹാനാഗങ്ങളാലോ, മൃത്യുഹൂന എനിക്ക് മൃത്യു സംഭവിക്കരുത്. യുദ്ധേ യുദ്ധത്തിൽ, അപ്രതിദ്വന്ദ്വതാം എതിരാളി ഇല്ലാത്തവൻ എന്ന നിലയെയും, ദേഹിനാം ഐകപത്യം ച ശരീരികളുടെ ഏകാധിപത്യത്തെയും. ഇനി പറയുന്നു, അങ്ങേക്കൊക്കെ ഉള്ളതുപോലെ, ആത്മനഃ യഥാം ദേവന്മാർക്കും അങ്ങേക്കും ഉള്ളതുപോലെ, സർവേഷാം ലോകപാലാനാം മഹിമാനം എല്ലാ ലോകപാലന്മാരുടെ മഹിമയെയും, തപോയോഗപ്രഭാവാണാം തപോവൈഭവവും യോഗവൈഭവവും ഉള്ള സിദ്ധന്മാർക്ക്, യത് യാതൊരു സിദ്ധിയാണോ, കർഹിചിത് നരിഷ്യതി ഒരിക്കലും നശിക്കാത്തത്, അങ്ങനെയുള്ള അണിമാതി അഷ്ടസിദ്ധികളെയും തരിക. ആഗ്രഹിക്കുമ്പോൾ ചെറുതാകാനും വലുതാവാൻ, ഭാരമുള്ളവ ആകാനും ഭാരമില്ലാത്ത ഊവലുപോലെ ആകാനും, ഇങ്ങനെയൊക്കെ ഉള്ള ആ അഷ്ടൈശ്വര്യ സിദ്ധിയെയും എനിക്ക് തന്നാലും, ചുരുക്കത്തിൽ ആരും എന്നെ വധിക്കരുത്, എനിക്ക് മരണം സംഭവിക്കരുത് എന്ന രീതിയിലുള്ള ഒരു വരമാണ് ഇവിടെ ഹിരണ്യകശിപു ചോദിച്ചിരിക്കുന്നത്.
इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां सप्तमस्कन्धे हिरण्यकशिपु वरयाजनं नाम तृतीयोऽध्यायः। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। हरे राम हरे राम राम हरे कृष्ण 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 हरे राम 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 हरे कृष्ण 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 हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण।